ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു ഹോം മെയ്ഡ് ബർഗറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ബർഗർ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം അതിന് വേണ്ടിയിട്ടുള്ള പാറ്റി തയ്യാറാക്കാം. അപ്പോൾ അതിന് ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ബ്രെഡിൻ്റെ സൈഡ്സൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി പാറ്റി തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, എരിവിനനുസരിച്ച് കുറച്ച് വറ്റൽമുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചിക്കനും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കണം. പിന്നെ നമ്മളൊരു കോഴിമുട്ട ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡ് ക്രംസ് ചേർത്ത് നല്ല പോലെ കുഴച്ചെടുക്കാം. പാറ്റി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്, കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസിലും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ കോട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം നമ്മൾ പാറ്റി തയ്യാറാക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഈ മിക്സ് നമുക്ക് വേണ്ടത്ര അളവിൽ എടുത്തിട്ട് ഉരുളയാക്കി ഇതുപോലെ കട്ട്ലറ്റിൻ്റെ രൂപത്തിൽ പരത്തിയെടുക്കണം. എന്നിട്ട് ഇതുപോലെ മൈദപ്പൊടിയിലൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു മുരിഞ്ഞ പോലെ ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ എഗ്ഗിലൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഇതുപോലെ കോട്ട് ചെയ്തെടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് മുഴുവനും ഇതുപോലെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 10 പാറ്റിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് വേണമെങ്കിൽ നമുക്കിതുപോലെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ആവശ്യമുള്ള സമയത്ത് ഫ്രൈ ചെയ്തിട്ട് യൂസ് ചെയ്യാം. പാറ്റിയുടെ വലിപ്പം നമ്മൾ ഏകദേശം ബർഗറിൻ്റെ ബണ്ണ് എടുത്തിട്ടുള്ള അതിൻ്റെ അതേ സൈസിൽ നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിവിടെ മുഴുവനും നമ്മൾ പാറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഓരോന്നിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേവിച്ചാലേ നമ്മളെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വരുള്ളൂ. അല്ലെങ്കിൽ പുറം ഭാഗമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ പാറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടെ നമ്മൾ റെഡിയാക്കി എടുക്കണം. ഞാനിതുപോലെ പാക്കറ്റ് മേടിച്ചതാണ്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബർഗർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റെഡ് ചില്ലി സോസ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് മയോണൈസ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട സോസൊക്കെ ബർഗറിൽ യൂസ് ചെയ്യാൻ പറ്റും. ടൊമാറ്റോ കെച്ചപ്പ് വേണമെങ്കിൽ അതും ചെയ്യാം. റെഡ് ചില്ലി സോസ് ഹോം മെയ്ഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ മയോണൈസൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റി സോസാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബർഗർ ബൺ ഇവിടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ബട്ടർ തേച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ബർഗർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസോ ലീവ്സോ ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത്രയും വെജിറ്റബിൾസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഓരോന്നായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. നല്ല ചൂട് പാറ്റിയുടെ മേലെ വേണം നമ്മൾ ചീസ് വെച്ച് കൊടുക്കാൻ.
അപ്പോഴേ നമ്മൾ ചീസ് നന്നായിട്ട് മെൽറ്റ് ആവുള്ളൂ. ചീസ് ഇഷ്ടമില്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.